ഈശ്വര, എന്റെ മഹാലക്ഷ്മി ദേവി, സരസ്വതി ദേവി, പാർവതി ദേവി, ഈശ്വര ഓം ഗജാനനം ഭൂതഗണാധിസേവിതം കവിത്തജം ഉബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ദൈവമേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങൾ ഇവിടം വരെയൊക്കെ എത്തി. ഇനി അങ്ങോട്ടുള്ള ഓരോ ദിനങ്ങളും നിന്റെ കൈകളിലാണ്. ഒരാപത്തും കൂടാതെ ഞങ്ങളെ മുന്നോട്ട് നയിക്കണേ. എന്റെ അനിയേട്ടന് സർവശക്തിയും കൊടുത്ത് കാത്തോളണേ. ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഒക്കെ ഭംഗിയായി നടക്കും സ്റ്റീഫ. ഇത് തൻ്റെ മാത്രം കാര്യമല്ല, 10-60 കുടുംബങ്ങളുടെ ഉപജീവനത്തിന്റെ പ്രശ്ന. പാവങ്ങളെ ഉപേക്ഷിക്കില്ല അനിരുദ്ധൻ സാറ്. നാളെ സാറിന്റെ വിവാഹ വാർഷികമാണ്. ആ, 1 വർഷം തികയുന്നു. അതെ, ചെറിയൊരു പാർട്ടി. ഓക്കെ. എന്റെ പൊന്നു മുരളി, നീ ഒന്നുകൂടെ അങ്ങ് തുടുത്തല്ലടാ. ഇപ്പൊ ആര് കണ്ടാലും ഒന്ന് കണ്ണുവെച്ചു പോകും. ലോറി ചെക്ക് പോസ്റ്റിൽ വീണ്ടും പിടിച്ചോ രാമേട്ടാ? അത് മോൻ എങ്ങനെ അറിഞ്ഞു? ആരാ പറഞ്ഞത്? ആരെങ്കിലും പറയണോ രാമേട്ടാ? സുഖിപ്പിച്ച് രാമേട്ടൻ എന്നെ അങ്ങ് സോപ്പിൽ കുളിപ്പിക്കുമ്പോ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നീ വന്നേ. എന്റെ മോനെ, അനിരുദ്ധനോടൊന്ന് വിളിച്ചു പറയാൻ പറയണം. ഇന്നലെ രാത്രി വന്ന റോഡ് ഒരു കാര്യമില്ലാതെയാ പോലീസുകാർ പിടിച്ചത്. എന്തായാലും ഇന്നും നാളെയും ഒരു കാര്യവും നടക്കില്ല. നാളെ സാറിന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അത് കഴിഞ്ഞ് നോക്കാം. പറ്റില്ല. ഇന്ന് നടന്നില്ലെങ്കിൽ തൂങ്ങിച്ചാകും ഞാൻ. എങ്കി അതാ നല്ലത്. അനിരുദ്ധം വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വെറും വേസ്റ്റ് ആയവൻ ഇത്തിക്കണ്ണി. അവന്റെ വിചാരം അവന്റെ തലയിൽ കൂടെ ഇതല്ല ഓടുന്ന. അനിരുദ്ധനെങ്കിൽ വരട്ടെ, അവൻ എന്നെ ഉപേക്ഷിക്കില്ല. അത്രയ്ക്ക് സഹായിച്ചിട്ടുണ്ട് പണ്ട് ഞാൻ അവനെ. ഏതായാലും നാളത്തെ ആഘോഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും നടക്കും. എന്താ ആഘോഷിക്കാൻ? അങ്ങനെ ആഘോഷിക്കാൻ പറ്റിയ കല്യാണമൊന്നും അല്ലല്ലോ ഇവൻ കഴിച്ചത്. ഓഫീസിലെ പ്യൂണിന്റെ മോളല്ലായിരുന്നു രേണുക. അവളെ ഇവൻ ഇഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? താഴെ ആരെ കൊണ്ട് മുരളി? ദേവസ്വം ബോർഡിലെ രാജൻ, സദേൺ ഇൻഡസ്ട്രീസിലെ വർഗീസ്, ആ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ആൾക്കാർ, പിന്നെ കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ 1-2 പേരും വന്നിട്ടുണ്ട്. ആ കോളനിക്കാരുടെ കയ്യിൽ നിന്ന് നിവേദനം വാങ്ങി വെച്ചോളൂ. മന്ത്രിയെ കൊണ്ട് ഇന്ന് തന്നെ അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം. ബാക്കിയുള്ളവരോട് വൈകിട്ട് ക്ലബ്ബിൽ കാണാന്ന് പറയും. ശരി. ആ, പിന്നെ സാറിനെ കണ്ടേ പോകുന്നു പറഞ്ഞ് ഒരാൾ താഴെ വന്ന് നിൽപ്പുണ്ട്. രാമേട്ടനാണോ? അതെ. ആ, എത്ര പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ആഹാ, രാവിലെ തന്നെ പ്രശ്നങ്ങളുമായി മാനേജർ എത്തിയല്ലോ. അത് പിന്നെ മാനേജറുടെ ഡ്യൂട്ടി അല്ലേ? എന്ത് പ്രശ്നങ്ങളായിട്ട് വരിക എന്നുള്ളതോ? രാമേട്ടനോട് എന്താ പറയേണ്ടത്? എന്നെ കൊണ്ട് ഇനി സഹായിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞേക്കും. അങ്ങനെ പറയരുത് അനിയേട്ടാ. സഹായം ചോദിച്ച് ഈ മുറ്റത്ത് വരുന്ന ഒരാൾ നിരാശനായി മടങ്ങി പോകരുത്. രേണു, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നത്? നീ വിചാരിക്കുന്ന പോലത്തെ സഹായമൊന്നും അല്ല അയാൾക്ക് എന്നെ കൊണ്ട് വേണ്ടത്. എന്തു തന്നെ ആയാലും അനിയേട്ടനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ അയാൾ ഇവിടേക്ക് വന്നത്. അപ്പോ സങ്കടത്തോടെ ഒരിക്കലും അയാൾ ഇവിടുന്ന് പോകാൻ പാടില്ല. മുരളി, രാമേട്ടനോട് താഴെ വെയിറ്റ് ചെയ്യാൻ പറയൂ. അനിയേട്ടൻ വരും. ശരി. നീ ഇത്രയ്ക്ക് പാവമായി പോയല്ലോ രേണു. അനിയേട്ടന്റെ കാരുണ്യമാണ് എന്റെ ഈ ജീവിതം. എന്നെപ്പോലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് അനിയേട്ടനെ പോലെ ഒരാളുടെ ഭാര്യയാകാൻ എന്ത് യോഗ്യതയുള്ളത്? നിന്നെക്കാൾ പണവും സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ ചിലപ്പോ എനിക്ക് ഭാര്യയായി കിട്ടിയേക്കാം. പക്ഷേ അവർക്കൊന്നും ഒരിക്കലും എന്റെ രേണുവിന്റെ ഈ നല്ല മനസ്സുണ്ടാവില്ല. നിന്റെ ഈ മനസ്സാ എന്റെ ഭാഗ്യം. താഴെ ഒരുപാട് പേര് കാത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് സമയമില്ലാന്ന്. പിന്നെ
നാളത്തെ ദിവസം അറിയാലോ, 1 വർഷം തികയാ അനിയേട്ടൻ എന്നെ വിവാഹം കഴിച്ചിട്ട്. നാളത്തെ പാർട്ടിയുടെ കാര്യം നേരത്തെ തന്നെ എല്ലാരെയും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എല്ലാരും തിരക്കുള്ളവരല്ലേ അനിയേട്ടാ, ഒരിക്കൽ കൂടി എല്ലാരെയും വിളിച്ച് ഓർമ്മിപ്പിക്കണം. ഓ ശരി മാഡം. ഓ പപ്പ, ഈ മമ്മീനെ സ്റ്റോപ്പ് ചെയ്യണ ഉദ്ദേശമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ മേരി ഒന്ന് നിർത്ത്. കേട്ട് കേട്ട് മനുഷ്യന് ഭ്രാന്തായി. ഇങ്ങനെയുണ്ടോ പണത്തിനോട് ആർത്തി? ഞാൻ പറയുന്നതിലേ കുറ്റമുള്ളൂ അല്ലേ? ഇവിടെ ഓരോരുത്തര് നിങ്ങളുടെ വകുപ്പ് മന്ത്രിയെ കൊണ്ട് കോടികൾ ഉണ്ടാക്കുന്നേ. ഒരു MLA ആയിട്ടും ഇതുവരെ നിങ്ങൾ എന്താ സമ്പാദിച്ചിട്ടുള്ളേ? നീ നാർന്ന കൂരയിൽ ഇവിടം വരെ എത്തിയില്ലേ? അത് തന്നെ എന്റെ സമ്പാദ്യം. 5 വർഷം കഴിഞ്ഞാലേ പോവേണ്ടത് ആ കൂരയിലേക്ക് തന്നെയാണുള്ള കാര്യം മറക്കരുത്. ജനങ്ങൾക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ അവിടേക്ക് എന്നെ ഈ സക്കറി മടങ്ങിപ്പോവും. ദേ മനുഷ്യ, വെറുതെ വിവരക്കേടി വിളിച്ച് പറയല്ലേ. ഇപ്പൊ നിങ്ങൾ ആ പഴയ മീൻകാരൻ കറിയാച്ചനല്ല, MLA യാ. തിരിച്ചു കുടിലോട്ട് പോകുന്ന കാര്യം ആലോചിക്കാതെ എങ്ങനെയെങ്കിലും ഒരു മന്ത്രിയാവാൻ നോക്ക്. എടി മേരി, കർത്താവിനെ മറന്നൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. അനിരുദ്ധന്റെ കാരുണ്യം കൊണ്ടാ ഞാൻ MLA ആയത്, അത് മറക്കരുത്. അതിന് അനിയേട്ടനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നാണോ ഞാൻ പറഞ്ഞു വരുന്നേ? അനിരുദ്ധന് കിട്ടിയ സീറ്റാ അവൻ എനിക്ക് തന്നത്. അത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാ. ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു അഴിമതി കാണിക്കാൻ പാടില്ല. അത് അനിരുദ്ധനോട് കാണിക്കുന്ന നന്ദികേടാ. എന്ത് നന്ദികേട്? നമുക്കേ ഒരു പെങ്കൊച്ചു വളർന്നു വരിക, എന്തെങ്കിലും കരുതി വെച്ചാ ഇതിന്റെ ഭാവി വെള്ളത്തിലാവില്ല. ഞാൻ എന്ത് പണ്ടാരം ചെയ്യണമെന്ന് നീ പറഞ്ഞു വരുന്നത്? എന്റെ മനുഷ്യ, നിങ്ങളുടെ മന്ത്രിയുടെ വകുപ്പ് ഫിഷറീസ് അല്ലേ? കടലിൽ കല്ലിടാൻ പോലും കോടികളുടെ കരാറല്ലേ? അതിലേതെങ്കിലും ഒന്ന് ഒപ്പിച്ച് ബിനാമിയായിട്ട് നമുക്ക് നടത്തിക്കൂടെ? ജയിലിടിഞ്ഞാലും ജാമ്യം കിട്ടത്തില്ല. വിവരക്കേട് പറയാ ഒന്ന് പോന്നുണ്ടോ നീ? ഞാനൊന്നും പറയില്ല. വേറെ വല്ല ആണുങ്ങളും മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ കർത്താവേ, ആ കൂരിലിട്ട് തന്നെ പോണ്ടി വരും. നിന്റെ അമ്മച്ചി പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. ഉടുക്കാൻ ഒരു നല്ല സാരി പോലും ഇല്ലായിരുന്നു നിന്റെ അമ്മച്ചിക്ക്. ഇപ്പൊ ഈ സൗഭാഗ്യങ്ങളൊന്നും പോരാന്ന്. പോട്ടെ പപ്പ, നമ്മുടെ അമ്മച്ചൊരു പാവല്ലേ. ഉറങ്ങുമ്പോ അട്ടയെ പിടിച്ച് മെത്തയെ കടത്തരുന്ന് പറയുന്നത് നിന്റെ അമ്മച്ചിയുടെ കാര്യത്തിൽ വളരെ സത്യമാണ്. നിർത്തടേ. വീടിന്റെ മുറ്റത്തെങ്കിലും എനിക്ക് ഇത്തിരി സമാധാനം താ. നീ എന്താടോ കറിയാ? താൻ ഫോൺ എടുക്കില്ല എന്നുള്ള വാശിയിലാണോ? അതോ ഞാൻ വിളിച്ചപ്പോ മേരിയുടെ മുമ്പിൽ ഇരുന്ന് ചീത്ത കേൾക്കായിരുന്നോ? ആ സാധനത്തിനെ ഞാൻ വല്ല കടലിലും കൊണ്ടുപോയി താഴ്ത്തും, സത്യം. എങ്കിൽ കടപ്പുറംകാര് പങ്കായം കൊണ്ട് വരും. ഞാൻ പിന്നെ എന്ത് വേണമെന്നാ? നിന്നോട് രേണുക കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ ഇവക്കൊന്ന് കണ്ടു പഠിക്കരുതോ? അല്ല, വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടെങ്കിലേ ഭർത്താക്കന്മാർക്ക് സമ്പത്തും മനസ്സമാനവും ഒക്കെ ഉണ്ടാവും അല്ലേ? അനിയേട്ട് ഇത് കേക്കണം. ഞാൻ ഇവിടെ കിടന്ന് ഈ വഴക്ക് കൂടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? രേണുയെ കല്യാണം കഴിച്ചതിന് ശേഷം അനിയേട്ടിന് ഒരുപാട് നല്ല മാറ്റങ്ങളുണ്ട്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം അല്ലേ ഇങ്ങനെ MLA ആയത്. അതിനു മുമ്പ് വെറും മീൻകാരൻ കറിയാച്ചനായിരുന്നില്ലേ? നീ ഇതൊക്കെ നാട്ടുകാരെ കൂടി അറിയിക്കാൻ ഒന്ന് കേറി പോമേരി. നീ ഒരുമാതിരി ഉണ്ടാക്കിയ ചിരിയിരിക്കരുത് കേട്ടോ. ചൂടാകാതെ കറിയാച്ച. എന്റെ അളിയ, ഞാൻ പിന്നെ എന്തോ ചെയ്യും? പോട്ടടാ. പിന്നെ ഞാൻ വിളിച്ചത് നാളെ ഞങ്ങളുടെ 1ാം വിവാഹ വാർഷികം. അത് ഇത്ര വേഗത്തിയോ? തിരക്കിനിടയിൽ MLA സാറ് മറന്നു പോരുത്. ഏയ്, എത്ര തിരക്കുണ്ടെങ്കിലും അത് ഞാൻ മറക്കോടാ. ഞങ്ങൾ നാളെ രാവിലെ തന്നെ എത്തിയേക്കാം, അതുപോലെ? മതി മതി. എങ്കിൽ പിന്നെ താൻ തന്നെ മറ്റുള്ളവരെ വിളിച്ചൊന്ന് ഓർമ്മിപ്പിച്ചേരെ. ശരി, ഏറ്റു. ഓക്കെ. അനി ഇന്നലെയും വിളിച്ചിരുന്ന് കറിയാച്ച. എന്തായാലും നാളെ നമുക്ക് അടിച്ചു പൊളിക്കണം. ഞാൻ നേരത്തെ എത്താം. എന്താ കാണിച്ചത് റാസ്കൽ? ആര് പറഞ്ഞടാ ഇങ്ങോട്ട് വരാൻ? എന്റെ കയ്യിൽ നിന്ന് മാറ്റിയതാ പടാ. മമ്മി, എന്റെ മോനാടോ, അറിയാലോ അവന്റെ ഓരോരോ കുസൃതികൾ. പിന്നെ കറിയാച്ച, ഞാനും വിമലയും നാളെ രാവിലെ തന്നെ എത്തും. പിന്നെ തന്നോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. സംഗതി രഹസ്യ. താൻ പേടിക്കാതോടോ, ഞാൻ പറയട്ടെ. നാളെ പാർട്ടി വെച്ച് പറയാം. വേണ്ട, കമ്മീഷണറോട് ഞാൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം. രാജ്, ശരി. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? വാട്ട് യു സെഡ് ടു വിശാൽ? അവന്റെ ഇപ്പൊ ആ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചേനെ, അതിന് ഞാൻ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞു? ഷെയിം. കുട്ടികളോട് ഇത്രയും ഡേർട്ടിയായ രീതിയിലാണോ സംസാരിക്കുന്നത്? ബുൾഷിറ്റ്.
അതിന് ഞാനെന്ത് പറഞ്ഞു എന്നാ? നിങ്ങൾക്ക് ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല. നിങ്ങൾ വലിയ കളക്ടർ അല്ലേ? ഇനി മേലിൽ കുട്ടിയോട് ഇത്തരത്തിൽ ഡീൽ ചെയ്യരുത്. ഓക്കെ? എടോ കളക്ടറെ, ഇതിപ്പോ ഒരു തലവേദനയായിരിക്കുന്നത് നമുക്കാണല്ലോ. അനിരുദ്ധിന് 1-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്നതിന്റെ പേരിൽ നമ്മുടെയൊക്കെ ഭാര്യമാരുടെ ചവിട്ടും തൊഴിയും കൊള്ളണ്ടേ? ഇല്ലില്ല, റസി അക്കാര്യം മറന്നിരിക്കുക. ഞാൻ അവളെ കൂട്ടാതെ വരൂ. വേണ്ടെന്നേ, രാമനാഥനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഹലോ, ആ ഉണ്ടല്ലോ, കൊടുക്കാം. ആരാ? ദാ അൻവറ. ആ പറയണ്ട, ഞാൻ മറന്നിട്ടില്ലടോ. പിന്നെ പത്രക്കാരും കാണത്തില്ലല്ലോ. അനിരുദ്ധൻ എന്നോട് പറഞ്ഞത് മീഡിയക്കാരും വിളിച്ചിട്ടില്ലെന്നാണ്. അവരുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്നോ? എടോ, ജഡ്ജിന്റെ പോസ്റ്റിലിരിക്കുമ്പോ അത്തരം ഒരുപാട് ഫോർമാലിറ്റീസ് നോക്കണം. ഷെയറിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കുന്നേ? സെൻസെക്സ് നോക്കി ഇവിടെ ആർക്കും ബിസിനസ് ചെയ്യാൻ ഒക്കില്ല. പിന്നെ ഓഹരിയുടെ മൂല്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. ആ നാളത്തെ ഫംഗ്ഷന്റെ കാര്യം മറക്കരുത്. ഹലോ. ആ ശരി, അതെ അതെ, കൊടുക്കാം. ഓ, അത് വേണ്ട, സർ, ഞാൻ ചെയ്യാം. പാർട്ടി പ്രസിഡന്റ് കുമാർ സാറാണ്. ആ അപ്പൊ ശരി. നമസ്കാരം കുമാർജി, ഞാൻ നമ്മുടെ മിനിസ്റ്ററെ കണ്ടിപ്പോ വന്നേ ഉള്ളൂ. എത്ര മണിക്കാ പ്രോഗ്രാം? ശരി, ഞാൻ എത്തിയേക്കാം. മുരളി, ഇന്ന് 6 മണിക്ക് പാർട്ടി മീറ്റിംഗ് ഉണ്ട്, എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. സർ, ആ സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ ആൾക്കാരോട് 6 മണിക്കാണ് കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരോട് 8 മണിക്ക് കാണാമെന്ന് പറയും. ഇന്നത്തെ പാർട്ടി മീറ്റിംഗ് വളരെ പ്രധാനമാണ്. സർ, തേവരയിൽ നമ്മൾ പണിയാൻ പോകുന്ന ഫ്ലാറ്റിന്റെ ഡിസൈനിൽ സാറ് പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുക. ഇന്നിരിക്കാമെന്നാ സാർ എഞ്ചിനീയറോട് പറഞ്ഞത്. അവരോട് എന്താ പറയണ്ടേ? മുരളി, കുറച്ചു നേരം അനിയേട്ടനെ ഒന്ന് തനിച്ചു വിട്. ഇങ്ങനെ രാപ്പകലില്ലാതെ ഓടുന്നത് എന്തിനു വേണ്ടിയാ? ആ താനൊരു കാര്യം ചെയ്യും, എഞ്ചിനീയറോട് മറ്റൊരു ദിവസം ഇരിക്കാന്ന് പറയും. ശരി സർ. ശരി. 6 മണിക്ക് പാർട്ടി മീറ്റിംഗ് വെച്ചത് കാരണം ഇന്നത്തെ പരിപാടികളെല്ലാം കുഴപ്പത്തിലായി. എന്തിനാ അനിയേട്ടാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? ഈ ബിസിനസിന്റെ തിരക്കിൽ പാർട്ടി പ്രവർത്തനം കൂടി കൊണ്ടുപോകുന്നത് എന്തിനാ? രാഷ്ട്രീയത്തിൽ കളയുന്ന പണവും സമയവും എന്ത് പ്രയോജനം ഉണ്ടാക്കാനാ? നിനക്ക് അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്. എൻ്റെ ഉള്ളിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇന്ന് വരെ ഞാൻ അതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. വെറുതെ ഒരു തമാശയ്ക്കല്ല ഞാൻ രാഷ്ട്രീയം കളിക്കുന്നത്. മന്ത്രിപദം, അതാണ് എൻ്റെ ലക്ഷ്യം. എങ്കിൽ പിന്നെ എന്തിനാ പാർട്ടി സീറ്റ് തന്നപ്പോ അത് സക്രിയയ്ക്ക് കൊടുത്തത്? അന്ന് ഞാൻ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു സാധാ MLA അപ്പുറം പോവില്ല. അതറിയാവുന്നതുകൊണ്ട് ഞാനെന്നത് നിഷേധിച്ചു. എനിക്ക് MLA ആയ പോരാ, മന്ത്രിയാവണം, അതും വ്യവസായ മന്ത്രി. അതിനെല്ലാ തരക്കാരുടെയും പിന്തുണ വേണം. നാളെ നമ്മളിവിടെ ആഘോഷിക്കുന്നത് നമ്മുടെ വിവാഹ വാർഷികം മാത്രമല്ല. ഇത്രയും കാലം ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്ന ഈ രഹസ്യം മറ്റുള്ളവരെ അറിയിക്കുക, അവരുടെ പിന്തുണ ഉറപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് ലക്ഷ്യം. അമ്മേ, അച്ഛനെവിടെ? എന്താടാ? അച്ഛൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഓ, നീയായിരുന്നു. ഞാൻ നിന്റെ അമ്മയെ പേടിച്ച് അതിനകത്ത് വന്നിരുന്നു. അച്ഛൻ ഇങ്ങനെ 24 മണിക്കൂറും കുടിച്ച് മതിച്ച് നടന്നോ? ഡാ, ആവുന്ന കാലത്ത് നിനക്കൊക്കെ വേണ്ടി കഴുതയെ പോലെ പണിയെടുത്തിട്ടാ ഞാനിപ്പോ സൂഹിക്കുന്നത്. അല്ലാതെ നിന്നെ പോലെ ദീപാവലി കളിച്ച് കിടക്കുകയല്ല. അച്ഛൻ കഷ്ടപ്പെട്ടതിന്റെ കണക്കൊന്നും ഇങ്ങോട്ട് പറയണ്ട. അനിരുദ്ധനളിയൻ രേണുകയെ കെട്ടിയതുകൊണ്ട് ഇപ്പൊ നമ്മൾ സൂഹിച്ച് കഴിയുന്നു. അല്ലായിരുന്നേ കാണായിരുന്നു. നീ ഇത് പറയാനാണോടാ ഓടിക്കതിച്ചിങ്ങോട്ട് വന്നത്? ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാ അച്ഛൻ ഞെട്ടി